വീട്ടമ്മമാർക്കേ ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഉള്ള വഴികളാണ് ഇന്ന് പറഞ്ഞു തന്നെ കേട്ടോ. കാരണം നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരുടെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഈ സമയത്തെ ഓർഗനൈസ് ചെയ്യാത്ത രീതിയിൽ ക്രമീകരിക്കുന്നു. അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെയുള്ള ടൈം നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിൽ കുക്കിങ്ങും ഉറങ്ങലും പിന്നെ എന്താണ് ഭക്ഷണം കഴിക്കലും അലക്കൽ വീട് വൃത്തിയാക്കൽ ഇത് മാത്രമല്ല ഞാൻ ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് ലെജർ ടൈം, കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാനൊരു സമയം, കുറച്ച് ക്ലീനിങ്ങിന് ഒരു സമയം, കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം, അങ്ങനെ കറക്റ്റായിരിക്കണം നമ്മളുടെ സമയം. ഓക്കെ, അപ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് ഈ കുറച്ച് സമയം ആവശ്യമില്ലാത്ത കുറച്ച് സമയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് മാറും. അതുകൊണ്ട് സമയം കറക്റ്റായിട്ട് തന്നെ മാനേജ് ചെയ്യുക. രാവിലെ 5 o'clock നിങ്ങൾ എണീക്കുന്നെങ്കിൽ 5 o'clock നിങ്ങൾ എണീക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ കോഫിയാണോ ടീ ആണോ എന്താണോ അത് കുടിച്ച് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാം. ആ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ അന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് തോട്ട്സ് രാവിലെ തന്നെ ഒഴിവാക്കുക. പിന്നെ രാവിലെ സമയം വൈകി എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് കുട്ടികളെ വിടണം, ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ വിടണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ ഉള്ളതുകൊണ്ട് ഹരിബറി ആയിരിക്കും രാവിലെ അല്ലേ. അപ്പോൾ ആ ഒരു സമയം ഭയങ്കര ടെൻഷൻ പിടിച്ച് ചെയ്യാതെ എഴുന്നേറ്റ് നിങ്ങൾ അതിൻ്റെ ഒരു സമയം കീപ്പ് ചെയ്ത് രാത്രി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ആ രാത്രി തന്നെ ചെയ്തു വെച്ച് രാത്രിയിൽ തന്നെ ബാക്കിയുള്ള കിച്ചൺ കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കോഫിയോ ടീയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒന്ന് തിങ്ക് ചെയ്യുക. ഇതൊക്കെയാണ് രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ 8:30 വരെയാണെങ്കിൽ ആ 8:30 തന്നെ കുക്കിംഗ് കഴിയും. കാരണം ഈ നമ്മളൊരു കാര്യം ഡിസിപ്ലിനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്തത് തീരും. അതിൽ ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കും പിന്നെ എന്നൊരു സമയം, നാളെ വേറെ സമയം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ദിവസം 2 ദിവസം കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് ടെൻഷൻ ഇല്ലാണ്ട് പോകും. ഇതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വലിച്ചു വാരി ഇടുന്ന ശീലം, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂമാണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ വച്ചെടുത്ത് തന്നെ വെക്കുക. അതാണ് ഓർഗനൈസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് നോക്കി നടക്കുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികളെ വിടണം. ലഞ്ചിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് അതിൻ്റെ പല പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം പല സ്ഥലത്ത് വെക്കുമ്പോൾ രാവിലെ തന്നെ ഓടും കിടന്നല്ലേ, ഇതെവിടെ എന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ടാക്കും. എനിക്ക് മടുത്തു, ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ ഉള്ളിൽ തോന്നി പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് വീട്ടമ്മമാരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് വയ്ക്കുക. കാണുമ്പോൾ തന്നെ ഇതൊക്കെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് തോന്നുക. കുക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ അടുത്തടുത്ത് വയ്ക്കുക. അതിന് കിടന്ന് ഒരുപാട് ഓടി ടെൻഷൻ പിടിച്ച് ഡ്രസ്സൊക്കെ ചീത്തയാക്കി വേർത്ത് ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ പോവാതെ എല്ലാം അടുത്തടുത്ത് വെച്ച് ക്ലീൻ ചെയ്ത് അപ്പം കഴിഞ്ഞ് അതിനെ ഒരു സമാധാനപരമായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. ഇതാണ് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് തന്നെ വെക്കുക. അതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കാതിരിക്കുക. അതാണ് ഓർഗനൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മളൊരു ദിവസം കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ വീട്ടമ്മമാരെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളും വിചാരിക്കണ്ടാവും അങ്ങനെയൊന്നും അല്ലാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ ദിവസം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു റുട്ടീനിൽ തന്നെയായിരിക്കും വീട്ടമ്മമാരെ പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നു, രാവിലെ കുക്ക് ചെയ്യുന്നു, ഉച്ചക്ക് കുക്ക് ചെയ്യുന്നു, വൈകിട്ട് കുട്ടികൾ വന്നു കഴിയുമ്പോൾ പഠിപ്പിക്കുന്നു, രാത്രി കുക്ക് ചെയ്യുന്നു, ഉറങ്ങുന്നു, ബാക്കിയുള്ള സമയം ഫുൾ ക്ലീൻ ചെയ്യുന്നു, ഇല്ലേ,
ബാക്കി ഉച്ചക്ക് ഒരു ഉറക്കം, ആ ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മന്നിപ്പായിരിക്കും തലയിലൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല ഈ ഹൗസ് വൈഫ് വീട്ടമ്മ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് നേരം കാണാം. ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം മയങ്ങിയാൽ മതി. അത് കുറേ നേരം കിടന്ന് ഉറങ്ങി ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് ഒരു 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 എന്താ പറയുക, ഒരു നെഗറ്റിവിറ്റിയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ശീലങ്ങളൊക്കെ മാറ്റുക. ആ ഒരു സമയം, ഉച്ച കഴിഞ്ഞുള്ള സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ അത് കാണുക. ഞാനതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ലൈഫിൽ സ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. എന്തെങ്കിലും പഠിക്കാൻ പോകാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഓൺലൈനായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കുക, ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, സ്റ്റിച്ചിങ് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മോൾ ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം ഞാനൊരു ഓൺട്രപ്രീനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തേനൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ തോന്നും എൻ്റെ ലൈഫിൽ ഓരോ ദിവസങ്ങളും മാറ്റങ്ങളുണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ എന്താ, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കും. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചേഞ്ച് ഇല്ലാത്ത ജീവിത ശൈലികൾ ടെൻഷൻ ഉണ്ടാക്കും. അതാണ് മെയിനായിട്ട് ഈ വീട്ടമ്മമാർക്കുള്ള പ്രശ്നം. ഒരു ചേഞ്ചും ഇല്ലാത്ത ജീവിത ശൈലികൾ, ചേഞ്ചും ഇല്ലാത്ത ലൈഫ്, അത് പിന്നീട് ടെൻഷനിലേക്കും അതുപോലെ തന്നെ മടുപ്പിലേക്കും ഒക്കെ കാരണമാകും. ഓക്കെ, അപ്പോൾ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഈ ചേഞ്ച് ഇല്ലാത്ത ഡെയിലി റുട്ടീനാണ് വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കുക. കാരണം നമ്മുടെ ഹസ്ബൻഡൊക്കെ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും കുറേ നേരം ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും വരിക. അപ്പം നമ്മളിതും സംസാരിക്കാതൊക്കെ ഇരുന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൈകിട്ട് വന്നു കഴിയുമ്പോൾ അവരോട് പറയുമ്പോൾ അവർക്കത് കേൾക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കില്ല. ഇത് വേറെ ഇമോഷണൽ അറ്റാക്കിലേക്കൊക്കെ മാറും അല്ലേ. ഇമോഷണലി നമ്മളെ അങ്ങ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ആരെങ്കിലുമൊക്കെ ആവട്ടെ, ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചേർത്ത് പിടിക്കുക കേട്ടോ. ആരും ഇല്ലാതെ ഒറ്റപ്പെടലാണ് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ അനുഭവിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. ഒന്ന്, ചേഞ്ച് ഇല്ലാത്ത ജീവിത കാര്യങ്ങളും റുട്ടീനും. രണ്ടെന്ന് പറയണത് ആരും സംസാരിക്കാനോ മിണ്ടാനോ ഇല്ലാത്തൊരവസ്ഥ, ഒറ്റപ്പെടൽ. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ സ്ക്രീൻ ടൈം, ഒരുപാട് നേരം അവർ സ്ക്രീനിൽ മൊബൈലിൽ അഡിക്ഷൻ വരുന്നുണ്ട്. ഈ വീട്ടമ്മമാർക്ക് ഈ മടുപ്പ് തോന്നിക്കഴിയുമ്പോഴേ എല്ലാ ദിവസവും ഇതാണല്ലോ എൻ്റെ ലൈഫ് എന്നൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വെറുതെ ഇരിക്കാൻ തുടങ്ങും. ഓക്കെ, വെറുതെ ഇരുന്നിരുന്ന് ബാക്കി ഒന്നിലും ശ്രദ്ധിക്കാതെ സ്ക്രീൻ ടൈം കൂടുതൽ നേരം, മൊബൈൽ കൂടുതൽ നേരം നോക്കാൻ തുടങ്ങും. ഇതും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ടെൻഷൻ കൂട്ടാനേ വഴിയുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്കിലൊക്കെ ആയാലും കൂടുതലും നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരാളുടെ നന്മ പറഞ്ഞു കൊടുക്കുന്ന നന്മയൊന്നും ഒരുപാട് ആളുകൾ കാണുന്നില്ല. പകരം ഹെൽത്ത് ആൻസൈറ്റി പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് വരും, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്മിൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്ക്രീൻ ടൈം ഒരു വലിയ പ്രശ്നമായിട്ട് വീട്ടമ്മമാരുടെ ഇടയിൽ മാറുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ്, ഇവർ ചെയ്യാത്തൊരു കാര്യമാണ് വീട്ടമ്മമാർ. എക്സസൈസ് ചെയ്യില്ല. അത് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ണം കുറക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം, അതൊരു കാരണമാണ്. കാരണം വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിരുന്ന് കുറച്ചും കൂടിയും വണ്ണം, ഒരുപാട് വണ്ണം വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലേക്ക് പോവാതെ കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്യുക. രാവിലെ നടക്കാൻ പോവുക, തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് നടക്കാൻ പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് കീപ്പ് ചെയ്യുക. പലപ്പോഴും ഹൗസ് വൈഫ്സ് ചെയ്യുന്ന അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, തലേ ദിവസത്തെ കുറച്ച് ദിവസത്തെ മുന്നത്തേക്ക് ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സൊക്കെ മാറ്റുക. കാരണം കാലം പഴയതല്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുറേയൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ സ്ലീപ്പ് വെൽ, അതാണ് ഏറ്റവും നമ്മളുടെ ടെൻഷൻ ഇല്ലാണ്ടാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം തന്നെയാണ്. അതിന് കറക്റ്റ് ഒരു സമയം കീപ്പ് ചെയ്യുക. ഒരു 10 മണിയോ 11 മണിയോ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു 4 മണി 5 സമയത്ത് എണീക്കെങ്കിൽ ആ ഒരു സമയം കീപ്പ് ചെയ്യുക. കറക്റ്റായിട്ടുള്ളൊരു ഉറക്കം നമുക്ക് ടെൻഷൻ ഇല്ലാണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. ടെൻഷനാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നമ്മളൊരാളോട് എനിക്ക് ടെൻഷനാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ടെൻഷൻ കൂടുകയുള്ളൂ. കാരണം അവർ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്ത് തരില്ല, പറഞ്ഞു തരില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ നോക്കിക്കോളുക. ഓക്കെ.